ഹലോ ഡിയേഴ്സ്. അപ്പം നമ്മൾ നേരത്തെ എന്തുവരെ പഠിച്ച് നമ്മൾ ഫുഡ് ആൻഡ് ഹാബിറ്റേറ്റ് വരെ നമ്മൾ നോക്കിയില്ലേ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, എവ്രി ക്രിയേച്ചേഴ്സ് ഇൻ ദ പിക്ചർ ഫീഡ്സ് ഓൺ സം അതർ ഓർഗാനിസംസ്. ഏതൊരു ക്രിയേച്ചേഴ്സ് ആണെങ്കിലും എന്താണ്, മറ്റൊന്നിനാണ് ആശ്രയിച്ചു കൊണ്ടാണല്ലോ നിൽക്കുന്നത്. സം അതർ ഓർഗാനിസംസിനാണ് എന്ത് ഫീഡ് ചെയ്യുന്നത് അല്ലേ ആ പിക്ചറിന്. അപ്പോൾ നമുക്കിനി ഒന്ന് നോക്കാം. എന്താണ് സ്മോൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. സ്മോൾ ഫിഷസ് എന്താണ് പ്ലാന്റ്സിന് എന്താക്കുന്നത്, ഭക്ഷണമാക്കുന്നത്. അതുപോലെ ലാർജ് ഫിഷസ് എന്ത് ചെയ്യും, സ്മോൾ ഫിഷസിന് ഫീഡാക്കും, എന്താകും ഭക്ഷണം ചെയ്യും. നമ്മൾ ക്രെയിൻസ് എന്താണ് ഫിഷസിന് ഫുഡാക്കും. നമ്മൾ ഈ പിക്ചറിൽ കണ്ടില്ലേ, നമ്മൾ ഈ പിക്ചറിൽ നമ്മളെ ഗ്രാസ് ഹോപ്പർ എന്ത് ചെയ്യും. അപ്പോൾ നമുക്കതാണ് ഇവിടെ വരുന്നത്. നമ്മളെ പ്ലാന്റ്, സ്മോൾ ഫിഷ്, യെസ് പ്ലാന്റ്, ഗ്രാസ് ഹോപ്പർ, പ്ലാന്റ്സ്, വേംസ്, ഓക്കെ. അങ്ങനെയാണ് എന്ത് സ്മോൾ ഫിഷ് എന്ത് ചെയ്യും, ലാർജ് ഫിഷ് നമ്മളിതിൽ കാണുന്നുണ്ട് അല്ലേ. സ്മോൾ ഫിഷ് എന്ത് ചെയ്യും, പ്ലാന്റ്സിന് ഭക്ഷണമാക്കും. അതുപോലെ ലാർജ് ഫിഷ് എന്ത് ചെയ്യും, സ്മോൾ ഫിഷസിന് ഭക്ഷണമാക്കും. ക്രെയിൻസ് എന്താവും, നമ്മൾ ഫിഷിന് ഭക്ഷണമാക്കും. അത്രേ ഇതിൽ പറയുന്നുള്ളൂ. എന്താണ്, ഓരോ ജീവികളും മറ്റൊരു ജീവിനെ എന്ത് ചെയ്യും, ഭക്ഷണം ആക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തിന് നമ്മൾ പറയും എന്താണ്. അതുപോലെ തന്നെയാണ് എന്ത് ഡിയർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ, ഇവരൊക്കെ എന്താണ് പ്ലാന്റ് ഈറ്റിംഗ് ക്രിയേച്ചേഴ്സ് ആണ്. നമ്മൾ പ്ലാന്റ് ഈറ്റ് ചെയ്യുന്ന ക്രിയേച്ചേഴ്സ് നമ്മൾ നേരത്തെ അവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഡിയറും റാബിറ്റും നോക്കി, നമ്മൾ പിന്നെ കവും ഗോട്ടൊക്കെ പറഞ്ഞു അല്ലേ. അതുപോലെ നമ്മൾ ഗ്രാസ് ഹോപ്പറും എന്താണ്, ഗ്രാസ് ഹോപ്പറും പ്ലാന്റ് ഈറ്റിംഗ് ക്രിയേച്ചേഴ്സ് ആണ്. നമ്മളെ സസ്യങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സ്, നമ്മൾ സസ്യങ്ങൾ എന്നൊക്കെ പറയും, അതിന് ഭക്ഷണമാക്കുന്ന ക്രിയേച്ചേഴ്സ്, ജീവികളാണ് എന്ത് നമ്മളെ ഡിയർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ, ഇവരെല്ലാവരും കേട്ടോ. അതുപോലെ നമ്മൾ ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ലിവിങ് ബീങ്സും എന്ത് ഫുഡിനു വേണ്ടി ഒന്ന് മറ്റൊന്നിനെ എന്ത് ചെയ്യും, ആശ്രയിക്കും, ഡിപ്പെൻഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫുഡ് വെബ് എന്ന് പറയുന്നത്. എന്താണ്, ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദിസ് ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. എന്താണ്, ലിവിങ് ബീങ്സ് ഭക്ഷണത്തിനു വേണ്ടി ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ ഇൻ്റർ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫുഡ് വെബ് എന്ന് പറയുന്നത്. ആരും മറക്കരുത്, ഫുഡ് വെബ് എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ, ലിവിങ് ബീങ്സ് ഫുഡിനും വേണ്ടി ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു. ഈ ഇൻ്റർ റിലേഷൻഷിപ്പാണ് എന്ത് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. നമ്മൾ ഫുഡ് വെബിൻ്റെ പിക്ചേഴ്സാണ് താഴെ തന്നിട്ടുള്ളത്. ഏതൊരു ഫുഡ് വെബും നോക്കിയേ, കാണുന്നുണ്ടോ, നമ്മളെ ഒരു ഫുഡ് വെബിൻ്റെ ഒരു പിക്ചറാണ് താഴെ തന്നിട്ടുള്ളത്. മിസ് വരച്ച് കാണിച്ചു തരാം. നമ്മുടെ യെസ്, ഇതെന്താണ്, ഇതൊക്കെ ഓരോരോ ഫുഡ് വെബുകളാണ്. ഇത് മൊത്തം എന്താണ്, ഒരു ഫുഡ് വെബുകളാണ്. ഇതെല്ലാം ഒരു ഫുഡ് വെബാണ് കേട്ടോ. അതിനാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. എന്താണ്, ഒരു ജീവി മറ്റൊന്നിനെ ആശ്രയിക്കുന്നു ഭക്ഷണത്തിന് വേണ്ടി. ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ ഈ പ്ലാന്റിനെ ആര് കഴിക്കുന്നു, നമ്മുടെ ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു. ഗ്രാസ് ഹോപ്പറിനൊരു ബേർഡ് കഴിക്കുന്നു, ബേർഡിനെ ആര് കഴിക്കുന്നു, ഫോക്സ് കഴിക്കുന്നു. ഫോക്സിനെ ആര് കഴിക്കുന്നു, വൾച്ചർ കഴിക്കുന്നു. അതെന്താണ്, ഇതെല്ലാം ഒരു ഫുഡ് വെബിലുള്ള ഒരു സംഭവമാണ്. ഇതിൽ എന്താ മനസ്സിലാക്കണ്ടേ, ഓരോ ജീവികളും മറ്റൊന്നിനെ ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണെന്ത്, സീ ഓൾസോ ഹാസ് വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ്. നമ്മളെ സീയിൽ, നമ്മളെ കടലിൽ എന്താണ് പല വെറൈറ്റി ഫുഡ് റിലേഷൻഷിപ്പുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫുഡ് റിലേഷൻഷിപ്പിൽ കുറച്ച് പിക്ചേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ്, ഷാർക്ക്, സർഡൈൻ, സ്മോൾ ഫിഷസ്, സീ ടേർട്ടിൽ, പ്ലാങ്ക്ടൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൽ ഈ പ്ലാങ്ക്ടൺ അങ്ങോട്ട് എടുക്കാം കേട്ടോ. പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, സ്മോൾ പ്ലാന്റ്സ് ആണ്. എന്താണ്, പ്ലാങ്ക്ടൺ ആണ് സ്മോൾ പ്ലാന്റ്സ്. സ്മോൾ പ്ലാന്റ്സ് ആണ്, ബട്ട് എന്താണ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ. നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ എന്താ ഒഴുകിക്കൊണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടുള്ളൊരു സാധനമാണ് എന്ത്, അങ്ങനെയുള്ള ഒരു സാധനമാണ് പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. എങ്ങനെയാണ്, നമ്മളെ വാട്ടർ ബോഡീസിൽ ഫ്രീ ഫ്ലോ ചെയ്യുന്ന സ്മോൾ പ്ലാന്റ്സിനെയാണ് നമ്മൾ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. എന്താണ്, നമ്മളെ വാട്ടർ ബോഡീസിലുള്ള ഫ്രീ ആയിട്ട്
ഫ്രീലി ആയിട്ട് ഫ്ലോ ചെയ്യുന്ന സ്മോൾ പ്ലാന്റ്സ് ആണ് എന്ത് നമ്മൾ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. ഈ പ്ലാങ്ക്ടണ് എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഓഷ്യനിലെ പ്രൊഡ്യൂസേഴ്സ് ആണ്. എന്താണ്? ഓഷ്യനിലെ ഹാബിറ്റേറ്റ് സിസ്റ്റത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണ് ആര്? നമ്മളെ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? എന്താണ് പ്ലാങ്ക്ടണ്? വാട്ടർ ബോഡീസിൽ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന സ്മോൾ പ്ലാന്റ്സ് ആണ് എന്ത്? പ്ലാങ്ക്ടണ്. ഈ ഓഷ്യനിലെ ഹാബിറ്റേറ്റ് സിസ്റ്റത്തിലെ പ്രൊഡ്യൂസേഴ്സും ആരാണ്? നമ്മളെ പ്ലാങ്ക്ടൺ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ടാബിൾ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ഓർഗാനിസംസ്. നമ്മൾ നേരത്തെ അവിടെ കണ്ടിട്ടുള്ള ആ 4 ഓർഗാനിസംസ് ഏതൊക്കെയാണ്? ഷാർക്ക്, സർഡൈന്, സീ ടർട്ടിൽസ്, സ്മോൾ ഫിഷസ്, അങ്ങനെ ഉള്ള 4 ഓർഗാനിസംസും അതിൻ്റെ ഫുഡും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് താഴെ മുതൽ നോക്കാം കേട്ടോ. നമ്മൾ സ്മോൾ ഫിഷസ് ആരെയാണ് കഴിക്കുക? നമ്മളെ പ്ലാങ്ക്ടൺ ആണ് നമ്മൾ സ്മോൾ ഫിഷസ് കഴിക്കുക. അപ്പോൾ സീ ടർട്ടിൽസ് എന്താണ്? നമ്മളെ പ്ലാന്റ് പാർട്സ്, അതുപോലെ നമ്മുടെ ഫിഷസ് ഒക്കെയാണ് ആര്? സീ ടർട്ടിൽസ് കഴിക്കുന്നത്. അതുപോലെ നമ്മൾ സർഡൈന് സ്മോൾ ഫിഷസ്, പ്ലാങ്ക്ടൺ, അതുപോലെ ഷാർക്ക്, സ്ക്വിഡ്, ഫിഷസ്, സീ ടർട്ടിൽ, ഇതൊക്കെയാണ് എന്ത്? ഓരോ സീയിലുള്ള ഓർഗാനിസംസിൻ്റെ ഫുഡുകൾ ആണ് തന്നിട്ടുള്ളത്. എന്താണ്? ഷാർക്ക്, സ്ക്വിഡ്, ഫിഷ്, സീ ടർട്ടിൽ, സർഡൈന്, സ്മോൾ ഫിഷസ്, പ്ലാങ്ക്ടൺ, സീ ടർട്ടിൽസ്, പ്ലാന്റ് പാർട്സ്, ഫിഷസ്, സ്മോൾ ഫിഷസ്, പ്ലാങ്ക്ടൺ. ഓക്കെ, ക്ലിയർ? ഇനി നമ്മളെ സർവൈവൽ എന്താണ്? വാട്ട് കോമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? എന്താണ്? നമ്മൾ ഫിഷിന് വെള്ളത്തിൽ സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കോമ്പോണൻസ് വേണം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ വേണം? ഇതിൽ 2 തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ സൺലൈറ്റ്, അക്വാട്ടിക് പ്ലാന്റ്സ്, ഇങ്ങനെ 2 ഇതിൽ തന്നിട്ടുണ്ട്. വേറെ എന്തൊക്കെ വേണം? വെള്ളത്തിൽ ഓക്സിജൻ വേണം അല്ലേ? വെള്ളത്തിൽ ഓക്സിജൻ വേണം. പിന്നെ എന്ത് വേണം? എന്തൊക്കെ വേണം? അവർക്ക് കഴിക്കാനുള്ള ഫുഡ് അതിൽ വേണമല്ലേ? എന്ത് വേണം? അപ്പോൾ അതിൽ പ്ലാന്റ് പാർട്സുകൾ വേണമല്ലേ? ഇതിൽ എഴുതിയിട്ടുണ്ടല്ലേ? അക്വാട്ടിക് പ്ലാന്റ്സ് എന്നുണ്ട്. സൺലൈറ്റ് വേണം. പിന്നെ എന്തൊക്കെയാണ് വേണം? പറ. വാട്ടർ വേണമല്ലേ? വാട്ടറിൽ എന്ത് വേണം? ഓക്സിജൻ വേണം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഇത്തരം കോമ്പോണൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് എന്ത്? നമ്മളെ ഫിഷിന് വെള്ളത്തിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പിക്ചർ ഉണ്ടല്ലേ? ഈ പിക്ചർ നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും എഴുതാനാണ് അപ്പുറത്തുള്ള ആ ടാബിളുള്ളത്. അപ്പോൾ ഇതിൽ ലിവിങ് തിങ്സ് എന്താ? ഈ ജീവനുള്ള കുറേ ജീവികളുണ്ടല്ലോ, ഇത് അതുപോലെ പ്ലാന്റ്സ്, ഫിഷസ്, ഈ സാധനങ്ങളൊക്കെ എന്താണ്? ലിവിങ് തിങ്സിൽ പെടുന്നതാണ്. ലിവിങ് തിങ്സ് അല്ലാത്ത സാധനങ്ങളാണ് എന്ത്? നമ്മുടെ വാട്ടർ, അതുപോലെ അതിൽ നമ്മൾ റോക്ക്, സ്റ്റോൺസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ, എയർ, ഇത്രയും സാധനങ്ങളാണ് എന്ത്? അതിൽ നോൺ ലിവിങ് തിങ്സ് ആയിട്ട് ഉള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും എന്താണ്? ലിവിങ് തിങ്സുകൾ ആണ്. ദ ഹാബിറ്റേറ്റ് നമ്മൾ നേരത്തെ അവിടെ ഹാബിറ്റേറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹാബിറ്റേറ്റുകൾ നമ്മൾ നോക്കും. അപ്പോൾ എവറി ലിവിങ് തിങ്സ് ഹാസ് എ സ്യൂട്ടബിൾ ഹാബിറ്റേറ്റ്. എന്താണ്? ഓരോ ലിവിങ് തിങ്സിനും ഓരോ ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആവാസം. അപ്പോൾ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓരോ ഹാബിറ്റേറ്റുകളുണ്ട്. നമുക്ക് 4 ഹാബിറ്റേറ്റ്സിൻ്റെ നെയിം നോക്കാം. ഗ്രാസ് ലാൻഡ്സ്, ഡെസേർട്ട്, മാംഗ്രോവ്സ്, പോളാർ റീജിയൻ. ഗ്രാസ് ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ പുൽമേടുകളൊക്കെയാണ് എന്ത്? ഗ്രാസ് ലാൻഡ്സ്. ഡെസേർട്ട് മരുഭൂമി. മാംഗ്രോവ്സ് എന്താണ്? നമ്മുടെ കണ്ടൽ കാടുകളാണ് മാംഗ്രോവ്സ്. പിന്നെ പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തണുപ്പുള്ള ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ, അതാണ് പോളാർ റീജിയൻ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ.